പറഞ്ഞില്ലെങ്കിൽ ചവിട്ടെന്തിനെ ഞാൻ പുറത്താക്കും. എന്റെ പൊന്നു മുതലാളി, ഇദ്ദേഹം കള്ളം പറയുക. ഇദ്ദേഹം എന്നെ പിടിച്ചെന്നില്ല പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് തൊണ്ടി സെക്രട്ടറി എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല? അത് ഞാനുള്ള ഭാര്യയും കൊല്ലം വിചാരിച്ചു വിട്ടതാ. കണ്ടോ ഇപ്പോഴേ കള്ളമാണെന്ന് മനസ്സിലായില്ല മുതലാളി. ഞാൻ കല്യാണം കഴിക്കാത്തതാണെന്ന് മുതലാളിക്ക് അറിഞ്ഞുകൂടെ? സാറിന് ആള് മാറിപ്പോയതാ. ഇവൻ അങ്ങനെ ഒന്നും ചെയ്യുന്നവനല്ല. ചെയ്യൂടാ. പ്രേം സ്റ്റേജിൽ നിന്ന് പാടുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, ആ തിയേറ്ററിനുള്ളിൽ ഞാൻ മാത്രമായിരുന്നെങ്കിലെന്ന്. അതെന്താ അത്ര ബോറായിട്ടാണോ ഞാൻ പാടുന്നത്? അല്ലെന്നേ, ഓരോ പെൺപിള്ളേരുടെ നോട്ടം കണ്ടാൽ തോന്നും ഇപ്പം പ്രേമിനെ കൊത്തിക്കൊണ്ടു പോകുന്നു. പിന്നെ ഞാൻ നിന്റേത് മാത്രമാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രേം എന്റേത് മാത്രമല്ലേ? ശ്രീകൃഷ്ണന്റെ ജാതകമാണ് എന്റേതും. ഭാര്യമാർ 16,008 കേൾക്ക്. ഇന്നലെ 25 ലവ് ലെറ്റർ വന്നു. എല്ലാത്തിനും മറുപടി അയച്ചു. കണ്ടുമുട്ടാനുള്ള സ്ഥലവും സമയവും വരെ ഫിക്സ് ചെയ്തു. ശോഭയേക്കാൾ സുന്ദരിയായി ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ശോഭേ, ശോഭേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കൂ. മകളെവിടെ? അവളിപ്പോ വരും. കോളേജ് വിട്ടാലും സ്വല്പം ബാഡ്മിന്റൺ കളിച്ചതിന് ശേഷമേ അവള് വരും. വേണം, പെൺകുട്ടികളായ കളിക്കണം. അമേരിക്കയും ഫ്രാൻസിലും ഒക്കെ അങ്ങനെയല്ലേ? എനിക്കൊന്ന് കളിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ നോ ടൈം. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. അതാത് ദിവസം എന്റെ പേഴ്സണൽ കണക്ക് നോക്കാൻ തന്നെ ഒരാളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഞാൻ പരസ്യം ചെയ്തിരിക്കുക. അല്ലാതെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഞാനെന്താ ചെയ്യാ? എന്താ? പത്രത്തില് ഒരു പാർട്ട് ടൈം അക്കൗണ്ടന്റിനെ വേണമെന്ന് പരസ്യം കണ്ടു. ഞാൻ ബികോം വരെ പഠിച്ചിട്ടുണ്ട്. ഓഹോ, അകത്തേക്ക് വരൂ. എന്താ പേര്? നാരായണൻ. ഇതാ എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്. എടാ, നീ എന്റെ തന്ത കളിച്ചാലേ ഞാൻ നിന്റെ അപ്പൂപ്പൻ തന്ത കളിക്കും. പേര് കൊള്ളാം. ഭഗവാന്റെ പേര് അല്ലേ? നാരായണൻ. ഇക്കാലത്തെ കള്ളന്മാരെയെല്ലാം ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കണ്ടിട്ട് ഭക്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും നാളെ മുതൽ ജോലിക്ക് വന്നോളൂ കേട്ടോ. വലിയ ഉപകാരം. മോളെ, ഇത് മിസ്റ്റർ കൈമൾ, വലിയ ബിസിനസ്സുകാരനാണ്. നമസ്കാരം. ഇതെന്റെ കണക്കുകളെല്ലാം എഴുതാനായിട്ട് പുതിയതായി നിയമിച്ച ആളാ മിസ്റ്റർ നാരായണൻ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം. എന്നാ പോയി റെസ്റ്റ് എടുക്കൂ. എന്റെ മകളാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ സാറേ, ഞാൻ ഇറങ്ങട്ടെ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കൊക്കെ നിന്നോണം. ഓ ശരി. നിൽക്കുകയും ചെയ്യും. നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യടാ പരമനാറി. അമ്മേ നാരായണ. എന്തോ? തന്നെയല്ലേ വിളിച്ച ഭഗവാനെയാ? തന്നെ വിളിച്ചു. വരൂ. ഇംഗ്ലണ്ടിൽ അമ്പലമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു. ഒരു നേരത്തിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. കൈമളായിരിക്കും. ഞാനിപ്പോ എടാ മരം മണ്ടം കൈമളെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചില്ല എന്റെ പേര് ശവന്നല്ലടാ. തന്നെ ഈ വീട്ടിൽ നടിച്ചിറക്കില്ലെങ്കിൽ ഞാൻ വിളിച്ചു. താൻ ഇന്നുവരെ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? വാൻ്റെ മൊന്ത ഉറങ്ങാ. ഒരു കാമദേവൻ നിൽക്കുന്നു. കണ്ടാച്ചാലും മതി. കാത്തിരുന്നു. അവളിപ്പോ മാലയും കൊണ്ട് വരും. നമുക്ക് കാണാം. താൻ വെള്ളം ഒലിപ്പിച്ചോണ്ടിരുന്നോ? എന്നാ കണ്ടിട്ട് തന്നെ ബാക്കി കാണാം. നമുക്ക് കാണാം. ആദ്യം മിസ്റ്റർ കൈമൾ കൊടുക്കും. താങ്ക് യു. ജലദോഷത്തിന് വിക്സ് നല്ലതാണ്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
അയ്യ വിക്സ് കൊള്ളത്തില്ല, അമൃതാഞ്ജന ഏറ്റവും നല്ലത്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ജലദോഷം മാറി. കഷ്ടമായിപ്പോയി. ജലദോഷം മാറിയതോ? അല്ല, വെറുതെ കൊണ്ടുവന്നല്ലോ. ആ സാരമില്ല, എനിക്കൊരു ജലദോഷം തുടങ്ങിക്കണം. അത് രണ്ടും കൂടെ വരും. കൊടുക്ക്. ഏതാ നല്ലതെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് മറ്റത് അങ്ങോട്ട് മടക്കി തരാം. പിന്നെ മോൾക്കൊരു സാരി വേണമെന്ന് പറഞ്ഞല്ലോ. നിനക്ക് ഏത് കളറാ ഇഷ്ടം? എനിക്കിഷ്ടം തൂവെള്ളയാ. പിന്നെന്താ വെള്ളയും വെള്ളയും? ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാ, ചോദിച്ചെന്നേ ഉള്ളൂ. എപ്പോഴും നിന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. നാളെ രാവിലെ എനിക്ക് ആഫീസിൽ കൊണ്ടുപോകാനുള്ള കണക്കുകളൊക്കെ ശരിപ്പെടുത്തി വെക്കണം കേട്ടോ. അല്ല, ഇതാരാ? കൈമളോ? ഇതെന്താ ഒരു വെള്ളമയം? തലമുടിയും കൂടെ വെള്ളം അടിച്ചാൽ ഭേഷാവും. അമേരിക്കയിൽ എന്റെ വേഷം ഇതാ. തണുപ്പല്ലേ, ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഗ്ലൗ വേണം. ഓ, അത് ശരി. ശോഭയ്ക്ക് ആണുങ്ങൾ വെള്ളം ധരിക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ കള്ളും സിഗരറ്റും ഉപയോഗിക്കുന്നത് ദേഷ്യമാണ്. അവള് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം നിർത്തിയത്. ഗോല, ഇതെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി കള. ഇന്നു മുതൽ ഈ വീട്ടിൽ മദ്യപാനമോ പുകവലിയോ പാടില്ല. കൈയും തലയും പുറത്തിടാമല്ലോ അല്ലേ? നിനക്ക് വട്ടളകിയോ? എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവവും എനിക്കുണ്ടാവാൻ പാടില്ല. അതിനിടയിൽ ഭാര്യയായോ? ഞാൻ അവളെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞു. സങ്കല്പത്തിൽ താലിയും കെട്ടി. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോ? പോടാ, എല്ലാം അങ്ങ് സങ്കല്പിച്ചാൽ മതി. നീ ഇതുവരെ അവളോട് സ്നേഹിക്കുന്നു പറഞ്ഞോ? ഇല്ല, ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല. കാരണം അവളിൽ നിന്ന് എതിർത്തൊരു ഉത്തരം കിട്ടിയാൽ എനിക്ക് താങ്ങാനാവില്ല. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നാ വീട്ടുകാരോട് കല്യാണം ആലോചിക്കേ. അതിനും ഇപ്പൊ നിവർത്തിയില്ല. ഒരു ഇടംകോല് കൈമൾ. വേണം 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 വേണം. മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ മകളുടെ കല്യാണത്തിന് മുമ്പ് വീടും കാറും ഒന്ന് AC ആക്കാൻ പോവാ. അത് ശരി. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. യുണൈറ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ശംഭുവിനെ അറിയുന്നു? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. മിടുമിടുക്കൻ. നമുക്ക് അയാളെ ഒന്ന് കണ്ട് ഇതൊന്ന് മോഡേൺ ആക്കാനുള്ള ഒരു പ്ലാൻ വരപ്പിച്ചെടുക്കാം. അയാളാണ് മിടുക്കനെങ്കിൽ അയാളെ തന്നെ ഏൽപ്പിക്കാം. അതാണ് പുള്ളിക്കാരന്റെ മുറി. ചെന്നാട്ടെ, ഞാനിവിടെ ഒരാളെ കണ്ടുവരാം. എടാ, ഈ കൈമള് കളി പഠിച്ചവനെ. നിന്റെ നാരായണാവതാരം മാറി വിശ്വരൂപം പുറത്തു വരും. ഞാൻ ആ പെണ്ണിനെ കെട്ടുകയും ചെയ്യും. പാവം, മൂപ്പിലാന്റെ വായിലെ തെറി മുഴുവൻ കേൾക്കുമായിരിക്കും. അതിനെന്താ, പക്ഷേ നമുക്കിതൊന്ന് വേഗം ശരിപ്പെടുത്തണം. മിസ്റ്റർ കൈമൾ അറിയോ ഇദ്ദേഹത്തിന്? നമ്മുടെ കണക്കെഴുത്തുകാരൻ നാരായണന്റെ സഹോദരൻ മിസ്റ്റർ ശംഭു. ഇവർ രണ്ടുപേരും ഇരട്ടപ്പെട്ടതാ. ഇത് മിസ്റ്റർ പുരുഷോത്തമൻ കൈമൾ. ഫ്ലാറ്റ് മീറ്റ് ചെയ്യും. എടാ പന്ന റാസ്കലേ, നിന്റെ ഉപ്പാപ്പയെ വിറ്റ കാശ് എന്റെ പോക്കറ്റുണ്ടടാ. നിന്റെ കളി കയ്യിലിരിക്കട്ടെ. അവന്റെ ഒടുക്കത്തൊരു ഇരട്ടപ്പേര്. നിന്റെ ഈ കളി എവിടം വരെ പോകുമെന്ന് കാണാമടാ. ഏതായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. സൗകര്യം കിട്ടുമ്പോ വീട്ടിലേക്കൊന്ന് വരണം. ദിവസം വരുന്നുണ്ടല്ലോ. എന്താ ഇത്?
നമ്മുടെ കാറിനകത്ത് വെക്കാനുള്ള AC-യാ. ഇത് നന്നായി ഫിറ്റ് ചെയ്ത് തരുന്ന ഏതെങ്കിലും നല്ല വർക്ക്ഷോപ്പ് ഈ സിറ്റിക്കകത്തുണ്ടോ നാരായണ? ഞാനൊരു സ്ഥലം പറഞ്ഞു തരാം. സ്റ്റാർ വർക്ക്ഷോപ്പ്. സിറ്റിക്കകത്തെ ഏറ്റവും നല്ല വർക്ക്ഷോപ്പാണ്. എന്നാ അവിടെ തന്നെ കൊടുത്തോളെ. ഓ, മോനാളി 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 ഭാര്യകൻ അല്ല, ഇവനെന്താ തേളുകുത്തിയുമായി ഓടുന്നത്? എടാ കൈമളെ, നീ ഇന്ന് കുടുങ്ങിയത് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? ഇത് എന്റെ വർഷത്താണ്. സ്വന്തം വണ്ടിയും കമ്പനി വണ്ടികളും ഉൾപ്പെടെ 10-20 വണ്ടികളില്ലേ, അതിന്റെ ജോലിക്ക് വേറൊരു വർക്ക്ഷോപ്പിൽ പോകാനെന്ന് കരുതി ഞാനൊരു വർക്ക്ഷോപ്പ് തുടങ്ങി. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ AC കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യണം. നാളെ വന്ന് എടുത്തോണ്ട് പോക്കളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, താങ്കൾ പോണം. ഞാൻ നാളെ കാറ് വീട്ടിലെത്തിച്ചോളാം. ഓക്കെ ഓക്കെ. ഇതാ അവിടെ വെച്ചേക്കും. നമ്മുടെ നാരായണനാണ് ഇവിടെ തന്നെ കൊണ്ടുവരണം നിർബന്ധിച്ചത്. അവന് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. അല്ല അല്ല, ദേശീയാർത്ഥ തയ്യാറെടുക്കണം. MD വത്സമയെ പോലെ ദരിദ്രവാസി. മുതലാളി ഭാര്യ കിണറ്റിൽ നിന്നാണോ വെള്ളം കുറുന്നെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അട്ടിമറി കാരണം ഇന്ന് വാട്ടർ സപ്ലൈ ഇല്ല. കിണറ്റിൽ എന്ന് കേട്ടപ്പോ മുതലാളി ഇറങ്ങി ഓടി. ഞാൻ എന്ത് ചെയ്യാന്? ചേടാ, എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയെന്ന് തനിക്കറിയാമോ? നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തെ പറ്റി എന്തെല്ലാം സ്വപ്നം കണ്ടു. അവിടെ ചെന്നപ്പോ പുട്ടുകുറ്റി പോലെ ഇരിക്കുന്നു. വീണോന്ന് ചോദിച്ചപ്പോ 4 തെറിയും 2 തൊഴിയും.